ഇന്ന് നമ്മള് ഈത്തപ്പഴം കൊണ്ടുള്ള കുംസാണ് ട്ടോ ഉണ്ടാക്കുന്നത്. നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന കുംസ് പോലെയല്ല. ഇത് നല്ല ടേസ്റ്റും ആണ്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് ഈത്തപ്പഴം വേണം. അപ്പൊ ഈത്തപ്പഴം ഞാനിതാ ഒരു 10, 12 എണ്ണം എടുത്തിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു അരക്കപ്പ് പാൽ വെച്ചിട്ട് ഇത് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഇത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല പോലെ തിളപ്പിച്ചിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഈ പാലൊന്ന് വറ്റി വരണം കേട്ടോ. ഈ പാലെല്ലാം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ സോഫ്റ്റ് ആയിട്ട് വന്നാല് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പൊ ഈ പാലെല്ലാം ഈ ഈത്തപ്പഴത്തിൽ നന്നായിട്ട് കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. നമുക്ക് കുംസിൽ ചെറിയ ചെറിയ കഷ്ണം കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. മുട്ട ഞാനിതാ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ മുട്ടയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് നല്ല വലിയ സൈസിലുള്ള മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. അപ്പൊ 4 മുട്ടയും നമ്മളിതാ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതാ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഈത്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ എല്ലാം മതിയാവും. ഇനിയിപ്പോ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ മുട്ട നല്ലോണം പതഞ്ഞു വരണം. അപ്പൊ ഇതുപോലെ നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ആ ഈത്തപ്പഴത്തിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് സ്പീഡ് ഒന്ന് കുറച്ച് വെക്കണേ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ മുട്ടയുടെ എല്ലാ സൈഡിലും ഈ ഈത്തപ്പഴത്തിന്റെ ടേസ്റ്റ് വരണം. അപ്പൊ ഇതാ ഞാൻ മുട്ടയിലേക്ക് ഈത്തപ്പഴം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടക്ക് 2 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ 4 മുട്ട എടുത്തുകൊണ്ട് 8 ടേബിൾ സ്പൂണ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ പതഞ്ഞ് വന്ന മുട്ടയൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ പതുക്കെ പതുക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഫുൾ ആയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ അടിയിൽ ഏതെങ്കിലും പഴയ മൂടി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് സോസ്പാൻ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് ഒരു 2-3 മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നട്ട്സ് എല്ലാം വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ തുറക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വെക്കുമ്പോൾ അധികം സെറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിൽ ഒട്ടി നിൽക്കൂല. ഞാനിപ്പോ ഇതാ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴവും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് എല്ലാം മതിയാവട്ടെ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട്. എന്നാലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, കാരണം ഓരോരാളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ഇതിന്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതാ നമ്മുടെ കുംസ് റെഡി ആയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുംസ് റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. നമുക്കിത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. വൈകുന്നേരം ചായക്കെല്ലാം കടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുംസിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.